എല്ലാവർക്കും നമസ്കാരം. വനയാത്രാ സമയത്ത് കാട്ടിൽ വെച്ച് ഭരതനും രാമനും കാണുന്നൊരു ഭാഗമുണ്ട്. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഏതു വിധേനയും തിരിച്ച് കൊണ്ടുവരാനുള്ള ഉത്കടമായ ആഗ്രഹത്താലാണ് ഭരതൻ വരുന്നത്. ഭരതൻ തനിച്ചല്ല വരുന്നത്. ശ്രീരാമന്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനമുണ്ടാക്കാൻ പറ്റിയ സകലരെയും, അമ്മയെയും മറ്റെല്ലാ ബന്ധുക്കളെയും, അവരെ കണ്ട് മനസ്സ് മാറാതിരുന്നാൽ ബുദ്ധിപരമായിട്ട് ശ്രീരാമനെ ന്യായവാദങ്ങൾ ഉന്നയിച്ച് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റിയ തർക്കശാസ്ത്ര വിശാരദന്മാരെ എല്ലാം ഭരതൻ കൊണ്ടുവരുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അധികാരത്തെക്കുറിച്ചാണ് രണ്ടുപേരും, ഈ ഏട്ടനും അനിയനും, സംസാരിക്കുന്നത്. ഇത് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അധികാരം ചിലപ്പോ സ്വത്തിനെ കുറിച്ചാവാം, മാതാപിതാക്കളുടെ സമ്പത്തിനെ കുറിച്ചാവാം. അതാർക്ക് പങ്കിടണം, ഞാനാണ്, എനിക്കാണ് എന്ന് കലഹിക്കുന്ന മക്കളെല്ലാം രാമായണത്തിലെ ഭരതനും രാമനും തമ്മിലുള്ള കാട്ടിൽ വെച്ച് നടക്കുന്ന ഈ ഭാഗം ഒരാവർത്തി വായിച്ചാൽ ഒരു കോടതിയിലും ഈ സാഹോദര്യ ബന്ധം കേസിന് പോകില്ല. ആ സമയത്ത് എഴുത്തച്ഛൻ 700 വർഷം മുമ്പ് ഇത് എഴുതുമ്പോൾ കേരളം രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. അന്നത്തെ സാമൂഹിക വ്യവസ്ഥ കുത്തഴിഞ്ഞതായിരുന്നു. കേരള ചരിത്രം പഠിച്ചവർക്കറിയാം. സദാചാര മൂല്യങ്ങളൊന്നും ഉണ്ടായില്ല. അതൊരു പക്ഷേ കുമാരനാശാൻ പിന്നീട് എഴുതിയിട്ടുണ്ട്. ആ കാലത്തെ കേരളത്തിന്റെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, പരസ്പരം കണ്ടുകൂടാ ജാതീയമായ രാജാക്കന്മാരാണെങ്കിൽ ശൃംഗാരത്തിൻ്റെയൊക്കെ വലിയ ആഹാരത്തിൻ്റെയും ശൃംഗാരത്തിൻ്റെയും ഒക്കെ പാണ്ഡിത്യങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും ഒക്കെ ഉള്ള ഒരു ഏറ്റുമുട്ടലുകളൊക്കെ ഉള്ള കാലത്ത് ഈ രാജാക്കന്മാരെ ഒരുപക്ഷെ രാമായണത്തിന്റെ ഈ ഭാഗം വായിച്ച് നേർവഴിയിൽ കൊണ്ടുവരാനായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം രാജപാഠങ്ങൾ എന്ന് പറയാം. നാട്ടുരാജാക്കന്മാർ അന്ന് നടമാടിയ അധാർമികതയെ കണ്ട് മനമെടുത്തിട്ട് കൂടിയാവാം എഴുത്തച്ഛൻ രാമനിലൂടെ രാജാധികാരത്തിന്റെ ധർമ്മ പതാക എങ്ങനെ പറപ്പിക്കണമെന്ന് ഭരത രാമ സംവാദത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ നന്നായോന്നറിയില്ല, ഈ മൃത്യുവശരായവർക്ക്, മരണം ആസന്നമായവർക്ക് ഔഷധ സേവ കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ആ രാമൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ ഭരതൻ പാദ നമസ്കാരം ചെയ്ത് പരമ്പൊരുളിന്റെ പാതുകങ്ങളെ തൻ്റെ ധർമ്മത്തിന്റെ ഏറ്റവും ശരീരത്തിന്റെ ഉന്നത ഭാഗമായ ശിരസിലേറ്റ് മടങ്ങി വരുന്ന ഒരു ഭാഗം കണ്ണീരല്ലാതെ നമുക്ക് വായിക്കാൻ കഴിയില്ല. 14 കൊല്ലവും ഏട്ടന് വേണ്ടി ഭരിക്കുന്നു. ഏട്ടന്റെ പ്രതിപുരുഷനാണെന്ന് മാത്രം കരുതി ഭരിക്കുന്നു. ഏട്ടന്റെ ഭക്ഷണം കഴിക്കുന്നു. ഏട്ടന്റെ കഴിയുന്ന പോലെ കുടിലിൽ, അയോധ്യയിൽ നിന്ന് കാതങ്ങൾക്കപ്പുറം ഒരു ഗ്രാമത്തിൽ അതിർത്തിയിൽ കുടില് കെട്ടി ഏട്ടൻ എങ്ങനെയാണോ വേഷം ധരിച്ചത്, കാട്ടിലെ വേഷം, മരത്തോൽ ധരിച്ച് കായികനികൾ കഴിച്ച് ഏട്ടന്റെ പാതുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് 14 കൊല്ലം ഭരതൻ അയോധ്യ ഭരിച്ചപ്പോൾ ദശരഥ മഹാരാജാവ് എങ്ങനെയായിരുന്നോ ആ രാജ്യത്തെ ഏൽപ്പിക്കുന്നത്, അതിനും 10 മടങ്ങ് ക്ഷേമ ഐശ്വര്യമുണ്ടാക്കി. അത് ഒരു ഭരണകർത്താവിന്റെ മാതൃകയായിട്ട് രാമായണം പഠിപ്പിക്കുന്നതാണ്. മറ്റൊരു എനിക്ക് തോന്നിയൊരു ശ്രേഷ്ഠമായ ഭാഗം രാമായണ പാഠം എന്ന് പറയുന്നത്, വനയാത്രാ സമയത്ത് വാൽമീകിയുടെ ആശ്രമത്തിലെത്തുന്നു ആദ്യം രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ. വാൽമീകിയോട് ചോദിക്കുന്നുണ്ട്, ഋഷിയെ നമസ്കരിച്ചിട്ട്, ഏതാണ്ട് ഒരു 10 വർഷക്കാലം ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഋഷി ആശ്രമങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് കഴിയുന്നത്. അത് മനസ്സിന് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. വാൽമീകിയോട് ചോദിച്ചു, ഞാൻ എവിടെ വസിക്കും എന്ന്. അർത്ഥവത്തായ ചോദ്യമാണ്. ചോദിക്കുന്നത് ആരാണ്?
ജഗത് പ്രഭുവായ ശ്രീമന്നാരായണന്റെ അവതാരമായ മനുഷ്യകുലത്തിൽ ജനിച്ച രാമൻ ഋഷിയോട് ചോദിക്കുന്നു, ഞാൻ എവിടെയാണ് വസിക്കുക എന്ന്. ആ അർത്ഥത്തിൽ തന്നെയാണ് വാൽമീകി മറുപടി കൊടുക്കുന്നത്, അങ്ങ് സീതാരാമനായിട്ട് എല്ലാ ഭക്തഹൃദയങ്ങളിലും വസിക്കണം എന്ന്. ഈശാവാസ്യമിതം സർവം, നമ്മുടെ ഉപനിഷത്ത് തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്തേന തെത്തേന ഭുഞ്ചീത മാകൃതക്കസ്യ സിദ്ധനം. എല്ലായിടത്തും ഈശാവാസ്യമിതം സർവം. പ്രഹ്ലാദനോട് ചോദിക്കുന്ന സമയമുണ്ട്, എവിടെ നിന്റെ നാരായണൻ, എവിടെ നിന്റെ ഈശ്വരൻ? ആ സമയത്ത് മുന്നിലെ കൊട്ടാരത്തിന്റെ തൂണിലേക്ക് ആ ഭക്തനായ പ്രഹ്ലാദൻ നോക്കുമ്പോൾ ആ തൂണിനകത്ത് ഭഗവാനെ കണ്ടു. ഭഗവാനെ കണ്ട് നമസ്കരിച്ചു. എന്നിട്ടാണ് അച്ഛനായ ഹിരണ്യകശിപോട് പറയുന്നത് വളരെ പ്രസിദ്ധമായ വാക്ക്, ഈശ്വരൻ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന്. അതാണ് വാൽമീകി രാമനോട് പറയുന്നത്, അങ്ങ് എല്ലാ ഭക്തമാനസങ്ങളിലും ഹൃദയങ്ങളിലും കഴിയണം എന്ന്. പിന്നീട് രാമായണത്തിൻ്റെ ഒരു പ്രധാന പാഠമായിട്ട് തോന്നിയിട്ടുള്ളത്, രാവണൻ രാജ്യം ഭരിച്ചാൽ എങ്ങനെയുണ്ടാകും. ചില ആളുകൾക്ക് ഇപ്പോൾ രാവണനോടൊക്കെ വലിയ ഇഷ്ടം തോന്നിയ ചില ടിപ്പുകളൊക്കെ കാണാറുണ്ട്. രാവണനോട്, ദുര്യോധനോടൊക്കെ അവർക്ക് വലിയ ഇഷ്ടം. രാവണന് 10 തലയാണെന്ന് കവി പറയുന്നു. 10 തല എന്നുള്ളതിൻ്റെ അർത്ഥം അത്രയും 10 തലത്തിൽ ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, 20 കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചയുണ്ട്, 20 കൈകൾ കൊണ്ട് പോരാടാനുള്ള വീര്യമുണ്ട്, സർവ ആയുധങ്ങളുണ്ട്, ലോകത്തിലെ സർവ സമ്പത്തുമുണ്ട്, സകല വിഭവങ്ങളുമുണ്ട്. അങ്ങനെ ഒരാൾ ഒരു രാജ്യം ഭരിച്ചാൽ അത് വിശ്വപ്രകൃതിയുടെ സർവനാശമായിരിക്കും. ആ സർവനാശം പാടില്ലെന്ന് കരുതിയാണ് ഇവിടെ ഈശ്വരൻ അവതരിക്കുന്നത്.